അയാൾ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോവുകയാണ്. തൻ്റെ ഭാര്യ നോക്കുന്നു, മക്കൾ നോക്കുന്നു, ചുറ്റുപാടുമുള്ള ഗ്രാമക്കാർ അത് കണ്ട് നോക്കി നിൽക്കുന്നു. ഇയാൾ ആ തടി പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒഴുക്കിൽപ്പെട്ട് വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോവുകയാണോ? കുറച്ചു ദൂരത്ത് ഭയങ്കരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൽ പോയി വീഴുകയാണെങ്കിൽ പിന്നെ ജീവൻ കിട്ടുകയില്ല. അത് മനസ്സിലാക്കിയ ഗ്രാമക്കാർ എല്ലാവരും നിലവിളിച്ചു പറയുകയാണ്, എടാ വേഗം വരിക, ആ തടിയിലുള്ള പിടി വിട്ടേക്കുക എന്ന് പറഞ്ഞു. എത്ര നിലവിളിച്ച് പറഞ്ഞിട്ടും അയാൾ ആ തടി വിടുന്നില്ല, മറിച്ച് ആ തടിയോടൊപ്പം ഒഴുകിപ്പോവുകയാണ്. അത് കണ്ടതായ ഭാര്യയും മക്കളുമൊക്കെ നിലവിളിച്ചു പറഞ്ഞു, അയ്യോ, നിങ്ങളിങ്ങി പോരെ, നിങ്ങൾ ആ മരത്തടി വിട്ടിട്ട് പോന്നുകൊള്ളുക, ജീവൻ രക്ഷിക്കുക. ഡാഡി, കുട്ടികൾ വിളിക്കുകയാണ്, വരൂ, ആ മരത്തടി വിട്ടിട്ട് തിരികെ പോരൂ, മുൻപിൽ വെള്ളച്ചാട്ടമുണ്ട്, വളരെ അപകടകരമാണ്, തിരികെ പോരൂ. ഗ്രാമവാസികൾ പറയുന്നു. ഭാര്യയും മക്കളും വിളിച്ചു പറയുന്നു, തിരികെ പോരൂ. ഗ്രാമവാസികൾ പറഞ്ഞു, എടാ തിരികെ പോരൂ, ആ തടി നിനക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ആ തടി വിട്ടിട്ട് പോരുക. ഇവർ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അയാൾ തിരിച്ചു മറുപടി പറയുകയാണ്. എന്താണെന്നറിയാമോ? തിരികെ വരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പിടിപെടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, എൻ്റെ ഭാര്യയും മക്കളെയും കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, എന്നാൽ ഇതെന്നെയാണ് വിടാത്തത്. നിലവിളിക്കുകയാണ്. അത് നിന്നെ പിടിച്ചിരിക്കുകയെന്നോ? നീ വേഗത്തിൽ കൈവിട്ടിട്ട് തിരികെ പോരുക. തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇതെന്നെ വിടുന്നതേയില്ലല്ലോ, ഇതെന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്, എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴുകിപ്പോവുകയാണ്. എല്ലാവരും ഉറക്കെ നിലവിളിച്ചു പറയുകയാണ്, എടാ പിടിവിടുക, പിടിവിടുക. അവനും നിലവിളിച്ചു പറയുകയാണ്, പിടിവിടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇതെന്നെ വിടുന്നില്ല. എന്തുകൊണ്ടാണ് വിടാത്തത്? അത് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു തടിയാണ്. അയാൾ വിചാരിച്ചു ഇതുകൊണ്ട് നല്ലൊരു കട്ടിൽ പണിയാൻ കഴിയും, അല്ലെങ്കിൽ നല്ലൊരു മേശ ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അത് പോയി പിടിച്ചത്. അത് പിടിച്ചുകൊണ്ട് കരയ്ക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് പിടിച്ചപ്പോൾ മനസ്സിലായി അതൊരു തടിയല്ലായിരുന്നു, മുതലയായിരുന്നു. അപ്പോൾ വരെ അവൻ അറിയില്ലായിരുന്നു. ദൂരത്ത് നിന്ന് തടിയാണെന്ന് വിചാരിച്ചു, എന്നാൽ അടുത്ത് ചെന്ന് പിടിച്ചപ്പോഴാണ് മുതലയാണെന്ന് മനസ്സിലായത്. അതിവനെ പിടിച്ചു. ഇവനെ പിടിവിട്ട് പോരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ആ മുതല ഇവൻ്റെ മേലുള്ള പിടിവിടുന്നില്ല. പ്രിയ സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു രീതിയിൽ, എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് നീ ഉദ്ദേശിക്കുന്നതായിരിക്കുകയില്ല. ഇന്ന് ഏത് പാപമാണോ നിന്നെ ആകർഷിക്കുന്നത്, ഏത് വ്യക്തിയാണോ നിന്നെ ആകർഷിക്കുന്നത്, ഏത് സ്ത്രീയാണോ നിന്നെ ആകർഷിക്കുന്നത്, ഏതാൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിന്നെ ആകർഷിക്കുന്നത്, ഏത് ദുശീലമാണോ നിന്നെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് വിഹിതമല്ലാത്തതായ പ്രവർത്തനമാണ് നിന്നെ ആകർഷിച്ച് കൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അത് പിന്നെ എന്തു ചെയ്യുമെന്നറിയാമോ? താമസിയാതെ നിന്റെ കുടുംബജീവിതത്തെ നശിപ്പിക്കാനിടയാകും. നിന്റെ മാതാപിതാക്കളെ നിന്നിൽ നിന്നും അകറ്റാനിടയാകും. നിന്റെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും കെടുത്തിക്കളയും. നിന്റെ ആരോഗ്യത്തെ നഷ്ടമാക്കിക്കളയാനിടയാകും. ഭാര്യ നോക്കി നിൽക്കേ, മക്കൾ നോക്കി നിൽക്കേ, ആ മുതല അയാളെ കൊന്നു. എല്ലാവരും നിലവിളിച്ചു പറഞ്ഞു, അതിനെ വിട്ടുകളയുക, വിട്ടുകളയുക എന്ന്. പിടിവിടണമെന്ന് ആഗ്രഹമുണ്ടെന്നാൽ മുതല അതിൻ്റെ പിടി വിടുന്നില്ല. പ്രിയ സഹോദര സഹോദരി, കേൾക്കുക. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. നീ ആരിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ വ്യക്തിയുമായി കൂട്ടുകൂടി സ്നേഹം നടിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത്? അത് വിടുക. അപകടം പതിയിരിക്കുന്നു. ഉപേക്ഷിച്ചു കളയുക. വേദപുസ്തകത്തിൽ പറയുന്നു, ലംഘനം മറച്ചുവെക്കുന്നതിന് ശുഭം വരികയില്ല, എന്നാൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വിലയേറിയൊരു സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ചു തോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദാ ഈ സമയത്ത് കർത്താവേ, ഞങ്ങളെ ആകർഷിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം കൊണ്ടുവരുന്ന, ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന
സകലവിധ പാപങ്ങളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും, പിശാചിൻ്റെ കയ്യിൽ നിന്ന്, ചങ്ങലകളിൽ നിന്ന്, അവൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലാഗ്രഹിക്കുന്ന സകല വ്യക്തികളും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈവിടാനുള്ള ആഗ്രഹമുണ്ടെന്നാൽ അതിനെ കഴിയുന്നില്ല. എന്നാൽ നീ ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാകൊണ്ട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികൾക്കും ഈ ക്ഷണം തന്നെ സകലവിധ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നും നിന്റെ മക്കളെ വിടുവിക്കണമേ. ഇന്നു മുതൽ സകലവിധമായ പാപത്തിൻ്റെ മേലും വിജയം നേടിയെടുത്ത്, സകല ദുശീലങ്ങളുടെ മേലെയും വിജയം നേടിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന, ആനന്ദത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന, അനുഗ്രഹീതമായി ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യം സകല വ്യക്തികൾക്കും ഈ സമയം നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം മുതൽ നീതിമാന്മാർക്ക് ദൈവം സന്തോഷം കൊടുക്കുന്നു എന്നുള്ള വചനം അംഗീകരിച്ചുകൊണ്ട്, കർത്താവേ, നീതിമാന്മാരായി സന്തോഷത്തോടെ എല്ലാ ദിവസവും ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ലോകത്തിലേക്ക് സുവിശേഷം അറിയിച്ചുകൊണ്ട് നിനക്ക് സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ഭൂമിയിൽ ജീവിക്കാനുള്ള കൃപ തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.